അള്ളാഹുവിന് ശിക്ഷിക്കുക എന്നൊരു വലിയ റോളുണ്ട്. പക്ഷേ നിസ്കാരത്തിലും പ്രാർത്ഥനയിലും ബിസ്മില്ലാഹിൽ ജബ്ബാർ, ബിസ്മില്ലാഹിൽ ഖഹാർ എന്ന് പറയുന്നതിന് പകരം ഖുർആൻ പറഞ്ഞു തരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണ ചെയ്യുന്ന അങ്ങേയറ്റത്തെ ദയാവായ്പുള്ളവനായ ആ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ മുന്നോട്ട് വരൂ. പീഡനമല്ല, മതത്തിൽ പീഡനമില്ല. റമദാനിലെ നോമ്പ് പീഡനമല്ല, നിസ്കാരം ഒരിക്കലും പീഡനമല്ല. ഇസ്ലാമിൽ ഒരു ആരാധനയും പീഡനമല്ല. പിന്നെ ഇസ്ലാമിലെ എല്ലാ ആരാധനകളും എൻജോയ്മെന്റുകളാണ്, ആസ്വാദനങ്ങളാണ്. ആസ്വാദനമേ ഉള്ളൂ. വെള്ളം കുടിക്കുന്നത് പീഡനമാണോ? ഒരാളോട് വെള്ളം കുടിക്കാൻ പറഞ്ഞു, അയാൾ പറഞ്ഞു കഴിയൂല, അല്ല ലേശം കഴിയൂല, പറ്റൂല, കുടിക്കാതെ പറ്റൂല. അപ്പൊ അയാൾ നിർബന്ധിച്ചു, അങ്ങനെ കുടിക്കുന്നു. അങ്ങനെ ഒരു വെള്ളം കുടിയുണ്ടോ? ഇല്ല. ഭക്ഷണം കഴിക്കുന്നത് പീഡനമാണോ? അല്ല. ആഹാരം കഴിക്കുന്നത് പീഡനമാണോ? അല്ല. എങ്കിൽ വെള്ളം കഴിക്കുന്നത് സുതാര്യമായ ആസ്വാദ്യകരമായ ഒരു സംഭവമായതുപോലെ, ഉറങ്ങുന്നത് സന്തോഷത്തിനും ആനന്ദത്തിനുമുള്ള ഒരു മാർഗമായതുപോലെ, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആരാധനകൾ ആസ്വാദ്യകരമായ ഒരു പ്രവർത്തനമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ സലാസുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് 3 കാര്യം വളരെ ഇഷ്ടമാണ്. അന്നിസാഉ, ഒന്ന് ഞാൻ കിട്ടിയ എന്റെ ഭാര്യ. ഓരോ സഹോദരനും അവൻ കല്യാണം കഴിച്ച ഭാര്യയെ ഇഷ്ടപ്പെട്ടുകൊള്ളണം, അവളെ വെറുക്കാൻ പാടില്ല. സ്വന്തം ഭാര്യയോട് സ്നേഹവും ആദരവും ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യയോട് ഇഷ്ടമാണ്, ഭാര്യയെ ഇഷ്ടപ്പെടണം. ഭാര്യയുടെ ഇടയ്ക്കിടെ പറയണം, നിന്നോട് എനിക്ക് സ്നേഹമാണെന്ന് പറയണം. അവളെ അകറ്റരുത്. അവളോട് ഓരോ ദിവസവും വേണമെങ്കിൽ പറയാ, നിന്നോട് ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞാലേ ആ ദാമ്പത്യം ഭംഗിയായി നിലക്കൊള്ളുകയുള്ളൂ. ഇനി സ്നേഹമില്ലെങ്കിൽ പോലും ഉണ്ട് എന്ന ആ പ്രയോഗത്തിലൂടെ, ആ പ്രചാരണത്തിലൂടെ ആ ബന്ധം നിലനിർത്താൻ കഴിയും. രണ്ടാമത് നബി പറഞ്ഞു, അത്തീബ്, എനിക്ക് സുഗന്ധം വളരെ ഇഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, ഭൗതിക ലോകത്ത് സുഗന്ധം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പിന്നെ ഈ ബാക്ടീരിയകളല്ലാതെ മനുഷ്യ സമൂഹത്തിൽ ആരെങ്കിലും ഈ സുഗന്ധത്തെ ഇഷ്ടപ്പെടാത്തവരുണ്ടോ? മൂന്നാമതായി റസൂലുള്ളാഹി പറയുന്നു, വഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്ക് നിസ്കാരം വളരെ ആനന്ദകരമാണ്, എൻജോയ്മെന്റ് ആണ് നിസ്കാരം. നിസ്കാരം തന്നെ വളരെ ആവേശമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലുള്ള നബിന്റെ ആവേശം കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ അങ്ങ് പ്രവേശിച്ചാൽ പിന്നെ ഭൗതിക ലോകത്തിന്റെ യാതൊന്നും ഓർമ്മയില്ല. ചില ആളുകൾ ക്യാൻറ്റീനിൽ കടന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകുന്നു, പലതും മറന്നു പോവുകയാണ്. നല്ല ഒരു ബഫേ ഭക്ഷണം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെയുള്ള സുഹൃത്തിനെ മറന്നു പോവുകയാണ്. ലോകമൊട്ടാകെ അയാൾ മറക്കുകയാണ്. കാരണം ഹീസ് എൻജോയിങ്, ആസ്വദിക്കുക. എങ്കിൽ പ്രാർത്ഥന ആസ്വാദ്യകരമായ ഒരനുഭൂതിയായി വളരണം. അതാണ് ഖുർആൻ വിഭാവനം ചെയ്യുന്ന ആരാധനകൾ. ഖുർആൻ പീഡനമല്ല, ഖുർആൻ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എങ്കിൽ ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആ മഹത്തായ ആശയത്തെ ഇന്ന് വേണ്ടത്ര നാം പ്രതിഫലിപ്പിക്കാത്തത് കൊണ്ട് ലോകത്തെ തന്നെ കീഴടക്കിയ വലിയൊരു മതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മുടെ ഈ പ്രഭാഷണം ദുബൈയിൽ ഗൾഫുകാരോടായതുകൊണ്ട് കാരുണ്യത്തിന്റെ കാര്യം നന്നായി നമുക്ക് പറയാൻ കഴിയും. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമ്മുടെ കുട്ടികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് സ്നേഹം ലഭിക്കുന്നില്ല എന്നതാണ്. 2 കൊല്ലത്തിലൊരിക്കൽ മാത്രമേ അവർക്ക് സ്നേഹം ലഭിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ സ്നേഹം നാം മെസ്സേജായി അയക്കുകയാണ് മൊബൈലിലൂടെ. അതാവട്ടെ എപ്പോഴും കാണുന്നതാണ്. അത് ജീവനില്ലാത്ത സ്നേഹമാണ്. ജീവനുള്ള സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അത് ലഭിക്കാതെ പോയാലുണ്ടാകുന്ന പ്രയാസങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു മാസികയിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. ഒരു കുട്ടി, ആ കുട്ടിയെ മാതാപിതാക്കൾ ഡോക്ടറുടെ സമീപത്ത് കൊണ്ടുവന്നു. ഡോക്ടർ ചോദിച്ചു, എന്താണ് ആവശ്യം? അവർ പറഞ്ഞു, ഈ കുട്ടി പായല് മൂത്രിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, കുട്ടി വെള്ളം കുടിക്കാറുണ്ട്? രാത്രി ഉണ്ട്. ദയവായി കുട്ടി ഇനി വെള്ളം കുടിക്കരുത്. ആ സഹോദരൻ അവരോട് പറഞ്ഞു, സാർ ഇത് വല്ലാത്തൊരു ചികിത്സ തന്നെ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ദരിദ്രരെ കൊന്നാൽ മതി എന്ന് ആരോ പറഞ്ഞിരുന്നു. അതുപോലെ പിന്നെ രാത്രി കിടപ്പറയിൽ മൂത്രിക്കുന്ന രോഗം സുഖപ്പെടാൻ കുട്ടി രാത്രിയിൽ വെള്ളം കുടിക്കരുത് എന്നതാണോ താങ്കൾ നിർദ്ദേശിക്കുന്ന ചികിത്സ?
അത് ഒരിക്കലും തന്നെ പര്യാപ്തമായ ഒരു പരിഹാരമല്ല. പിന്നീടാണ് അത്തരം കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടി, അവരെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി കിടപ്പറയിൽ മൂത്രിക്കുന്ന കുറെ കുട്ടികളെ വിളിച്ചുകൂട്ടി അവരുടെ ഒരു യോഗം വിളിച്ചു, കൗൺസിലിങ്ങിന് വേണ്ടി. ആധുനിക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും നല്ല പരിഹാരം കൗൺസിലിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളത് ഉൾക്കൊള്ളണം. കിടപ്പറയിൽ മൂത്രിക്കുന്ന കുട്ടികളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരോട് ചോദിച്ചു, മോനെ, നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ്? ആ പായയിൽ കിടപ്പറയിൽ മൂത്രിക്കുന്ന കുട്ടികളുടെ മറുപടി, എനിക്ക് എൻ്റെ ഒരു അനുജൻ കുട്ടി വീട്ടിൽ പിറന്നതോടെ അർഹമായ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് 5 വയസ്സായി. ഇപ്പോൾ 1 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എൻ്റെ വീട്ടിൽ. ആ കുട്ടി ജനിച്ചതിനു ശേഷം ബാപ്പ കൊണ്ടുവരുന്ന സ്വീറ്റ്സും മിഠായിയുമെല്ലാം ആ 1 വയസ്സുകാരനാണ് കൊടുക്കുന്നത്, എനിക്ക് തരുന്നില്ല. അതുവരെ എന്നെ കുഞ്ഞെ പൊന്നെ എന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ ചെറിയ ബേബി വന്നതോടുകൂടി അവനെ കുഞ്ഞെ ബേബി എന്നൊക്കെ വിളിക്കുന്നു, അവനെ തലയിലെടുത്തു വെക്കുന്നു, അവനെ കളിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു. എന്നെ ഇപ്പൊ എന്റെ വാപ്പയ്ക്ക് വേണ്ട. ഈ ഒരു മാനസികമായ വേദന ഞാൻ അനുഭവിക്കുന്നുവെന്ന് ആ കുട്ടി മറുപടി പറയുന്നു. കിടപ്പറയിൽ മൂത്രിക്കുന്ന ഏതാണ്ട് എല്ലാ കുട്ടികളും പറയുന്നത് ഒന്നുകിൽ മാതാവിൽ നിന്ന്, അല്ലെങ്കിൽ പിതാവിൽ നിന്ന്, അല്ലെങ്കിൽ ജ്യേഷ്ഠനിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹത്തിലെ മുതിർന്ന ആളുകളിൽ നിന്ന് അർഹമായ സ്നേഹവും ലാളനയും കിട്ടാത്ത കുട്ടികളാണ് അവരുടെ ഉപബോധ മനസ്സിന്റെ പ്രേരണയാൽ രാത്രിയിൽ മൂത്രിക്കുന്നത്. കുട്ടിക്കിപ്പം വയസ്സ് 8 10 വയസ്സായി, ഇപ്പോഴും കുട്ടി എല്ലാ ദിവസവും മൂത്രിക്കുകയാണ്. ഇനിയിപ്പോ കല്യാണം കഴിപ്പിക്കേണ്ട പ്രായമെത്തിയാൽ പുതിയാപ്പിളയായി പോയി അവിടെയും കിടപ്പറയിൽ മൂത്രിച്ച് കളയും എന്നിടത്ത് ഈ കാര്യം നീങ്ങുകയാണ്. ഈ ഒരു രോഗത്തിന് ചികിത്സ കണ്ടെത്താൻ മനഃശാസ്ത്രജ്ഞന്മാർ നമ്മുടെ മുൻപിൽ സമർപ്പിക്കുന്ന ഒരേ ഒരു പരിഹാരം, മുതിർന്നവർ അവരുടെ താഴെയുള്ളവർക്ക് അർഹമായ പരിഗണനകൾ നൽകുക. അതാണ് മൻ ലം യുവഖിർ കബീറന വലം യർഹം സഗീറന ഫലൈസ മിന്ന. മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാത്തവനും ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവനും